തീർച്ചയായിട്ടും ഞാൻ പറയുന്നു, അൻവർ അദ്ദേഹത്തിന് പറ്റിയ ഈ തെറ്റ് അദ്ദേഹം തിരുത്തി UDF ആയിട്ട് സഹകരിക്കുക. കാരണം പിണറായി സത്തിനെയാണ് തോൽപ്പിക്കേണ്ടത്, അല്ലാതെ UDFിലെ ഏതെങ്കിലും വ്യക്തികളെയോ അല്ല. പിണറായി സത്തിനെ തോൽപ്പിക്കാൻ അദ്ദേഹം ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം ചെയ്യേണ്ടത്, ഇപ്പോൾ ആർക്കാണെങ്കിലും തെറ്റുകൾ സംഭവിക്കാം. അങ്ങനെ അദ്ദേഹത്തിന് പറ്റിയ ഈ രണ്ട് കാര്യങ്ങളിൽ അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയാണ് ഒരു വിലങ്ങുതടിയായിട്ട് നിൽക്കുന്നത്. അത് അദ്ദേഹം പിൻവലിച്ചു കഴിഞ്ഞാൽ മറ്റൊരു കാര്യത്തിലും തർക്കിക്കേണ്ട കാര്യമില്ല. അദ്ദേഹം പറഞ്ഞത് ഈ UDF പ്രവേശനത്തിൽ ഈ വിഷയം താങ്കൾക്ക് ഇടപെട്ടിരുന്നു, അനുകൂലമായിട്ട് ഇടപെട്ടിരുന്നു. അതിന് UDF പ്രവേശനത്തിൽ താങ്കളും ഇടപെട്ടിരുന്നു എന്നുള്ളതാണ് അനുകൂലമായിട്ട്. VD സതീശൻ മാത്രമാണ് അല്ല, ഞാനില്ല, VD സതീശൻ എതിർത്തിട്ടില്ല. ഞങ്ങൾ 2-ാം തീയതി ചേർന്ന യോഗത്തിൽ അസോസിയേറ്റ് അംഗമാക്കണം എന്നുള്ള ഒരു തീരുമാനത്തിലെത്തിയിരുന്നു. പക്ഷെ ആ തീരുമാനം പ്രഖ്യാപിക്കാൻ അല്പം ഡിലേ വന്നു. അതിന് ആരും കുറ്റം പറഞ്ഞ കാര്യം, അപ്പോഴേക്കും യുദ്ധത്തിൻ്റെ അന്തരീക്ഷം ഉണ്ടായി. ആ യുദ്ധത്തിൻ്റെ അന്തരീക്ഷം ഉണ്ടായപ്പോൾ ബൈ ഇലക്ഷൻ നടക്കില്ല. അതുകൊണ്ട് ഒരു മെല്ലെ പോക്കുണ്ടായതിൻ്റെ കാരണം ഈ യുദ്ധത്തിൻ്റെ ഒരു സാഹചര്യമാണ്, അല്ലാതെ മനഃപൂർവ്വം നീട്ടിക്കൊണ്ടുപോയതല്ല. യുദ്ധത്തിൻ്റെ സാഹചര്യം ഉണ്ടാവുകയും ബൈ ഇലക്ഷൻ സാധ്യതയില്ല എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് അത് പ്രഖ്യാപനം അല്പം താമസിച്ചു പോയി. തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ പ്രശ്നം ഈ 2 സ്റ്റേറ്റ്മെന്റുകളാണ്. അത് അദ്ദേഹം തിരുത്തി UDF ആയിട്ട് സഹകരിക്കും. മറ്റൊരു സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കാനുള്ള നീക്കം നടത്തുന്നു തരത്തിൽ പറയുന്നത് ഒരു തരത്തിൽ ഈ പ്രശ്നം അല്ല, ഞങ്ങളുടെ UDFന്റെ സ്ഥാനാർത്ഥി ആര്യാൻ ഷൗക്കത്താണ്. അതിൽ വിട്ടുവീഴ്ചയില്ല. അദ്ദേഹത്തിനെ ജയിപ്പിക്കാൻ ശ്രീ അൻവർ ഉൾപ്പെടെ സഹകരിക്കണം എന്നാണ് ഇപ്പോഴും ഞങ്ങൾ പറയുന്നത്. അതെന്താണ് ഞങ്ങളുടെ പ്രവർത്തനമായിട്ട് മുന്നോട്ട് ഞങ്ങൾക്ക് ഈ ഇലക്ഷൻ ഒരു കാര്യം പറയാം. ഞങ്ങൾക്ക് ഈ ഇലക്ഷൻ ഒരു വെല്ലുവിളിയല്ല. കാരണം സ്ഥാനാർത്ഥികളെ കിട്ടാതെ CPM പരക്കം പാഞ്ഞു കിടക്കുകയാണ്. അവസാനം ഒരു ഡോക്ടറിൽ ചെന്നെത്തിയിട്ടുണ്ട്. തൃക്കാക്കരയിൽ മത്സരിച്ചൊരു ഡോക്ടറെ വഴിയാധാരാക്കി. എനിക്ക് തോന്നുന്നത് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ അടിയന്തരമായിട്ട് പ്രമേയം പാസ്സാക്കണം. ഞങ്ങളുടെ സഭയിലെ അംഗങ്ങളെ വഴിയാധാരാക്കരുതെന്ന് മുഖ്യമന്ത്രിയോടും CPMനോടും അഭ്യർത്ഥിക്കാൻ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ തയ്യാറാണെന്നാണ് എനിക്ക് പറയാൻ. കാരണം അദ്ദേഹം ഇപ്പോൾ കേൾക്കുന്ന പേര് നല്ലൊരു ഡോക്ടറാണ്, ജില്ലാ ആശുപത്രി സൂപ്രണ്ടാണ്. ഇത്രയും നല്ലൊരു മനുഷ്യനെ ഇതിലേക്ക് എറിഞ്ഞു കൊടുക്കണോ എന്ന് പാർട്ടി തീരുമാനിച്ചാൽ മതി. അതിലേറെ രസം BJP വേണോ വേണ്ടെന്ന് നിൽക്കുക. വെല്ലുവിളിയുടെ പ്രശ്നത്തോട് ഉദിക്കുന്നില്ല. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ പാർട്ടി സ്ഥാനാർത്ഥി രംഗത്ത് വന്നു കഴിഞ്ഞു. അദ്ദേഹത്തിന് വിജയിപ്പിക്കുന്ന കാര്യത്തിൽ അൻവർ സഹകരിച്ചാൽ എന്ത് വന്നാലും നിലമ്പൂരിൽ UDF ജയിച്ചിരിക്കും. അതിനെക്കുറിച്ച് ഞാൻ ഇപ്പൊ പറയുന്നത് UDF ഉറപ്പായി നിലമ്പൂരിൽ ജയിച്ചിരിക്കും. ഞാൻ പറയുന്നത് പിണറായി സത്തിനെതിരെയുള്ള പോരാട്ടത്തിൽ എല്ലാ ആയുധങ്ങളും പ്രയോഗിക്കണം. അതിൽ അൻവർ ഉൾപ്പെടെ വേണമെന്നാണ് ഞങ്ങളൊക്കെ ആഗ്രഹിക്കുന്നത്. ബാക്കി കാര്യങ്ങൾ അൻവർ തീരുമാനിക്കും. ഒരു ഘട്ടം ഞാൻ പറയാം, UDFനോടൊപ്പം സഹകരിക്കാനാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നതെങ്കിൽ UDF ചെയർമാനെതിരായിട്ടുള്ള പരാമർശം നിർത്തണം. ഇത് VD സതീശൻ എന്ന വ്യക്തിയല്ല, അത് UDF ചെയർമാനാണ്. ആ ചെയർമാനായിട്ടുള്ള UDFുമായിട്ടാണ് സഹകരിക്കേണ്ടതെങ്കിൽ ആ ചെയർമാനെതിരെ വിമർശനം ഉന്നയിച്ചാൽ പിന്നെ എങ്ങനെയാണ് സഹകരിക്കാൻ കഴിയുക? അതാണ് പറഞ്ഞത്. അൻവറിന്റെ ഈ 2 കാര്യങ്ങളിൽ അദ്ദേഹത്തിന് സംഭവിച്ച പാളിച്ചകൾ അദ്ദേഹം തിരുത്തി സഹകരിച്ചാൽ ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകാം. ആർക്കും രാഷ്ട്രീയ പക്വത ഞാൻ ഉപദേശിക്കുന്നില്ല, കാരണം അതൊക്കെ ഓരോരുത്തരുടെ ശൈലിയാണ്. പക്ഷെ ഈ 2 കാര്യങ്ങളിൽ അദ്ദേഹം വിട്ടുവീഴ്ച ചെയ്താൽ ശക്തമായിട്ടുള്ള ഈ നിലമ്പൂർ പോരാട്ടത്തിൽ അൻവർ കൂടെ ഒരുമിച്ച് നിന്നാൽ 35,000 വോട്ട് മിനിമം UDFന് ഭൂരിപക്ഷം കിട്ടും. അല്ലെങ്കിൽ അല്പം കുറഞ്ഞാൽ എന്തായാലും UDF ജയിച്ചിരിക്കും. അത് അതിനെക്കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല. UDF ജയിച്ചിരിക്കും, ആര്യാൻ ഷൗക്കത്ത് ജയിച്ചിരിക്കും. ഈ 2 കാര്യങ്ങളും ഒരു സംശയവും ഞങ്ങൾക്കില്ല. പൊളിറ്റിക്കൽ ഫാക്ടർ തന്നെയാണ്. ഞാൻ ഒരാളെയും ഞാൻ നിസ്സാരനായി കാണുന്നില്ല. പക്ഷേ UDFന് അതിൻ്റെ ആയിട്ടുള്ള ചില ചട്ടവട്ടങ്ങളുണ്ട്. അതുമായിട്ട് മുന്നോട്ട് പോകാനും ഞങ്ങൾക്ക് കഴിയും. അൻവറിന്റെ കാര്യത്തിൽ VD സതീശൻ പറഞ്ഞതിനൊപ്പം നിൽക്കുന്നു K മുരളീധരനും. എന്ന് വച്ചാൽ പിടിവാശി സതീശന് മാത്രമല്ല എന്ന് വ്യക്തമാക്കുക കൂടിയാണ് K മുരളീധരൻ ചെയ്തത്. നേതൃത്വത്തിനൊന്നടങ്കം അൻവർ പറഞ്ഞ കാര്യം പിൻവലിച്ചുകൊണ്ട് മാപ്പ് പറഞ്ഞാൽ മാത്രമേ UDF പ്രവേശനത്തിന്റെ കാര്യത്തിൽ തീരുമാനമെടുക്കാൻ കഴിയുകയുള്ളൂ എന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുന്നു K മുരളീധരനും.
അങ്ങനെയെങ്കിൽ ഈ ആര്യാടൻ ഷൗക്കത്തിനെ നടത്തിയ പരാമർശം പിൻവലിച്ച് ആര്യാടൻ ഷൗക്കത്തിനെ പിന്തുണയ്ക്കാത്ത അല്ലെങ്കിൽ ആര്യാടൻ ഷൗക്കത്തിനെ അനുകൂലിക്കാത്ത പക്ഷം ഒരു കാരണവശാലും അൻവറിന്റെ കാര്യത്തിൽ ഒരു ചർച്ചയുമില്ല എന്ന് തുറന്ന് പ്രഖ്യാപിക്കുകയാണ് കെ മുരളീധരനും. അങ്ങനെയെങ്കിൽ UDFും അൻവറുമായുള്ള ബന്ധം കൂടുതൽ വഷളാവുന്നു, രണ്ടുപേർക്കും രണ്ടു വഴി എന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നു. അൻവർ സ്വാഭാവികമായും ഒറ്റയ്ക്ക് മത്സരിക്കാൻ പോകുന്നു. അങ്ങനെ വരുമ്പോൾ എന്താകും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ വിധി, അതിൻ്റെ സാധ്യത എന്നത് ഏറ്റവും വലിയ രാഷ്ട്രീയ കൗതുകമാണ്. എന്തായാലും രാഷ്ട്രീയ കേരളത്തിൽ കേട്ടുകേൾവിയില്ലാത്ത തരത്തിൽ സമാനതകളില്ലാത്ത ഒരു എപ്പിസോഡായി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കളം മാറുകയാണ്. ഇനി എന്ത് സംഭവിക്കുമെന്ന് കാത്തിരുന്നു കാണുക തന്നെ വേണം.